എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് തുറവൂർ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുകയാണ് KPCC വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ. ഡീലിമിറ്റേഷനിൽ പുതുതായി രൂപീകരിച്ച ഡിവിഷനാണ് തുറവൂർ. LDF സർക്കാരിന്റെ വികസന നയങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും തന്റെ പ്രചാരണമെന്ന് ജിൻഡോ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിന് ആകെ ചിരപരിചിതനായ ഒരു വ്യക്തിയാണ് ഇന്ന് നാട്ടിലോടിനോടൊപ്പം ചേരുന്നത്. എന്തായാലും എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് ഡോക്ടർ ജിൻഡോ ജോൺ. നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൂടുതൽ എങ്ങനെയാണ്, ഈ ഡിവിഷന്റെ കിടപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. കാരണം ഡീലിമിറ്റേഷൻ മൂലം വോട്ട് ഷെയറുകൾ മാറിയിട്ടുണ്ട്, പ്രഡിക്റ്റബിൾ അല്ല. എന്നിരുന്നാൽ പോലും UDFന് കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ അദ്ദേഹത്തോട് തന്നെ നമസ്കാരം, അഭിനന്ദനങ്ങൾ. എന്തായാലും എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഫേസ് കൂടിയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യത കൂടി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണോ? അത് സാധ്യതയുണ്ട്, അങ്ങനെ പരിചയപ്പെടുത്താൻ എളുപ്പമുണ്ട്. എങ്കിലും ഇതൊരു പുതിയ ഡിവിഷനാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ തുറവൂർ ഡിവിഷൻ. പഴയ മലയാറ്റൂർ ഡിവിഷൻ്റെ ഭാഗം മുറിച്ച് പുതിയൊരു ഡിവിഷനായിട്ട് വന്നിരിക്കുന്നതാണ്. UDFന് മേൽക്കൈയുള്ളൊരു പ്രദേശമാണ്. പൊതുവെ അങ്കമാലി UDFന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വിജയപ്രതീക്ഷയുണ്ട്. പിന്നെ രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് എന്നെ മുഖപരിചയത്തെക്കാളപ്പുറം രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് മുൻപും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാവുന്ന തന്നെയാണ്. ഈ വാർഡിന്റെ ഒരു രീതി ഒന്നും മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് വേണ്ടി വരുന്നത്, ഡിവിഷന് വേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേയുള്ളൂ. എന്നാലും ഒരു എന്താ പറയുക ഒരു രേഖ ഉണ്ടാവുമല്ലോ. ആഫ്റ്റർ എന്താ പറയുക തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എന്തൊക്കെ ചെയ്യാമെന്നൊരു ധാരണ ഉണ്ടായി കാണുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ അത്തരം ഒരു പഠനത്തിലേക്ക് ആയിട്ടില്ല. കാരണം ഈ ഡിവിഷൻ പുതിയതായിട്ട് രൂപീകരിച്ചാണ്. ഈ ഡിവിഷൻ ഇതിനു മുമ്പ് അനിമോൾ ബേബി കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. നല്ല രീതിയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനാണ്. അങ്ങനെ 1-2 ഡിവിഷന്റെ ഭാഗമായിട്ട് ഇരുന്ന മണ്ഡലങ്ങളെ വേർതിരിച്ചു അങ്ങനെ വന്നിരിക്കുന്ന ഒരു 51 വാർഡുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് പഠനം നടത്തേണ്ടതുണ്ട്. പൊതുവെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വികസനം നടന്നിട്ടുള്ളൊരു പ്രദേശമാണ്. പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഒരെണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ UDF ഭരിക്കുന്ന ഇടങ്ങളാണ്. നല്ല അഭിപ്രായം പൊതുവേ ഉള്ളതാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ടൊക്കെ കൂടിയാലോചിച്ചിട്ടുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ധാരണയുണ്ട്. എന്നിരുന്നാലും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അല്ല, ഞാനിപ്പോൾ അങ്കമാലി MLA റോജി M. ജോൺ, ചാലക്കുടി MP ബെന്നി ബെഹനാൻ അവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചിട്ട് പ്രദേശത്തെ മുൻ MLA PJ ജോയിച്ചേട്ടൻ, അങ്ങനെ മുതിർന്ന നേതാക്കന്മാരൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ജനദ്രോഹ നടപടികൾ, ഈ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നേരത്തെ തന്നെ UDFന് ഇപ്പോഴും മേൽക്കൈയുള്ള ഒരു മേഖല കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും എണ്ണി പറയാവുന്ന അത്രയും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒരു തുടർച്ച അങ്ങനെ ഫുൾഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ശ്രദ്ധ എത്തിയിട്ടുണ്ടോ? അല്ല, ഇതിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വിഹിതം, പദ്ധതി വിഹിതമൊക്കെ വെച്ചിട്ട് പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ കൂടി ആലോചിച്ച് നമ്മുടെ പ്രദേശത്തെ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദ്ധതികളുടെ തുടർച്ച നടപ്പാക്കാനുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. പൊതുവിൽ അങ്കമാലി MLA റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനോട് ഓരം പറ്റിക്കൊണ്ട് തദ്ദേശീയമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രദ്ധയായിരിക്കും ഉണ്ടായിരിക്കുക. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, അതിന് വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്, അതൊക്കെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജിൻഡോ ജോണിന്റെ പദ്ധതി. പോരാത്തതിന് ഇനി ഈ ഡിവിഷൻ നേരിടേണ്ടി വരുന്ന മറ്റു പ്രശ്നങ്ങൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടും. എന്തായാലും ഒരിക്കൽ കൂടി വിജയാശംസകൾ. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.